ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. രോഹിത് പറഞ്ഞതനുസരിച്ച് രോഹിത്തിനുള്ള ഭക്ഷണവും കൊണ്ട് അലീന രോഹിത്തിന്റെ റൂമിലേക്ക് പോകുന്നു. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൂടെ, എന്തിനാണ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോ അലീന പറയും, ഇന്നൊരു ദിവസം കൂടി അവൻ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ എന്ന്. രോഹിത്തിനുള്ള ഭക്ഷണവും കൊണ്ട് അലീന റൂമിലേക്ക് വരുന്നു. ചേച്ചി ഭക്ഷണം കഴിച്ചില്ലേ? രോഹിത് ചോദിക്കുന്നു. ഞാൻ അച്ഛന്റെ കൂടെ ഇരുന്നു കഴിച്ചു. അച്ഛന് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. ഹരി എന്നെ ചതിച്ചതാണ്. അലീന രോഹിത്തിനോട് പറയുന്നു, അങ്ങനെ എല്ലാ തെറ്റും മറ്റൊരാളുടെ തലയിലിട്ട് രക്ഷപ്പെടരുത്. നിന്നെ ഞാൻ കുറെ നാളായില്ലേ കാണുന്നു. നീ അത്ര നിഷ്കളങ്കനൊന്നുമല്ല. ശരിയാണ്, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. അച്ഛനും ചേച്ചിയും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് കുറെ സംശയങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, അമ്മ വീട് വിട്ടു പോയതും ഹോസ്പിറ്റലിൽ ആയതും എല്ലാം കൂടി എനിക്ക് എന്റെ ജീവിതം എങ്ങനെയെങ്കിലും തുലച്ചു കളയാനാണ് തോന്നിയത്. അലീന പറയുന്നു. സാരമില്ല, പോട്ടെ. നീ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ. മനസ്സിൽ കുറ്റബോധമുള്ളവർക്കേ പശ്ചാത്തപിക്കാൻ പറ്റൂ. പിന്നെ കാണിക്കുന്നത് ടോണി മാമച്ചായന്റെ വീട്ടിൽ വന്ന് കാറിറങ്ങുന്നതാണ്. ബെല്ലടിക്കുമ്പോൾ വാതിൽ വന്ന് തുറക്കുന്നത് രേവതിക്കുട്ടിയാണ്. ടോണിയോട് കയറി ഇരിക്കാൻ പറയുന്നു. അപ്പോഴേക്കും ഗ്രേസമ്മ വരുന്നു. ഇതാണ് ടോണിച്ചായൻ. രേവതിക്കുട്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രേവതിക്കുട്ടിയോട് ടോണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് ഗ്രേസമ്മ മാമച്ചായനെ വിളിക്കാൻ പോയി. മാമച്ചായൻ വന്ന് ടോണിയോട് വന്ന കാര്യം തിരക്കുന്നു. ടോണി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്ന് അന്വേഷിച്ചു വന്നത്? ഒന്നുമില്ല. ടോണിയും സെല്ലിനും തമ്മിൽ പിരിയാനുള്ള കാരണമെന്താണ്? പറ്റുമെങ്കിൽ അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നതാണ്. ടോണിക്ക് അത് അത്ര വിശ്വാസമാകുന്നില്ല. ടോണി പറയുന്നു, സെല്ലിന് കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ആ കുഞ്ഞ് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അവളുടെ വീട്ടുകാർ അതിനെ അവളിൽ നിന്ന് അകറ്റി. അതാണ് സെല്ലിന് മാനസിക നില തെറ്റാൻ കാരണം. ഇനി നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. നിങ്ങൾക്ക് സെല്ലിനുമായി എന്താണ് ബന്ധം? സെല്ലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഗ്രേസമ്മ പറയുന്നു, സെല്ലിൻ പ്രസവിച്ച കുഞ്ഞ് ഞങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. ഞങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. ആ കുഞ്ഞിനെയെങ്കിലും ഞങ്ങൾക്ക് വേണം. രേവതിക്കുട്ടി ഷെറിനും ജിജോയും തമ്മിലുള്ള ഫോട്ടോസ് ടോണിയെ കാണിക്കുന്നു. അപ്പോ ഇവനാണല്ലേ ഷെറിന് ജീവിതം നശിപ്പിച്ചവൻ? രേവതിക്കുട്ടി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ. അവർ തമ്മിലുള്ള ബന്ധം പരിശുദ്ധമായ ബന്ധമായിരുന്നു. നിശ്ചയമെല്ലാം കഴിഞ്ഞതായിരുന്നു. കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജിജോ ചേട്ടൻ മരിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന ടോണിക്ക് സങ്കടവും ഷെറിനോട് വളരെ ദേഷ്യവും വരുന്നു. കല്യാണത്തിന് മുൻപ് ഒരാളെ ഇത്രയധികം സ്നേഹിച്ച് മനസ്സും ശരീരവും കൊടുത്ത അവൾക്ക് പിന്നെ എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റി? അതും ഒരു അഭിനയമായിരുന്നോ? എനിക്ക് ഷെറിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. ഇനി എനിക്ക് ഒന്നും കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട. ടോണി മാമച്ചനോട് പറയുന്നു. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചു വന്നതെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ വേണമല്ലേ? എനിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. എന്നെ വിളിക്കുകയും ചെയ്യരുത്. ഇത്രയും പറഞ്ഞ് ടോണി ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു.